മോഹൻലാലൊക്കെ ആയിട്ട് ചേർത്ത് വെച്ചൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മക്കളെ വളർത്തുന്ന വിധം ഇപ്പൊ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് അവരവരുടെ പാട്ടിന് വിടുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോ അവരവരുടെ ലൈഫിൽ ഓരോരോ ലക്ഷ്യങ്ങൾ അവർ ചൂസ് ചെയ്യട്ടെ, അവരത് പൂർത്തീകരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അച്ഛന്റെ. അത് നമ്മൾ തീർച്ചയായിട്ടും പാടാക്കേണ്ട ഒരു കാര്യമല്ലേ? ഓരോരുത്തരുടെ നമുക്ക് എല്ലാരെയും ഒരേപോലെ ജഡ്ജ് ചെയ്യാനോ അങ്ങനെ വളർത്തിയിട്ട് ഇവരിപ്പം താന്തോതികളായി പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുക? ഇത് നമുക്കതൊന്നും പറയാൻ പറ്റും. ഇവർ രണ്ടുപേരും നന്നായിട്ട് വന്നത് അതാ ലാലേട്ടനെ വളർത്തിയ രീതി തന്നെയായിരിക്കാം. പക്ഷെ ഇവർ രണ്ടുപേരും വളർന്ന സാഹചര്യങ്ങളുടെ ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾ അതേസമയം ഞാൻ പറയുന്ന ഒരു സാധാരണക്കാരൻ വീട്ടില് എതിർത്ത് വന്നിട്ട് മക്കള് ഫ്രീ തിങ്കേഴ്സ് ആയിട്ട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു വരില്ല. ഞാൻ പറയുന്നത് കൺസേൺ ഇല്ലെന്ന് നിങ്ങൾ പറയുന്നത് എന്ത് വേണം? സത്യമായിട്ടും ആദ്യമായിട്ടല്ലേ ഒരുപക്ഷെ ഒരു നടന്റെ മകളുടെ ഇന്റർവ്യൂവിൽ ആ നടനും കൂടി വന്നിരിക്കുന്നു. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉറപ്പായി. പക്ഷെ ഞാൻ അത് മഹാനാണെന്ന് തോന്നുന്നു. കാരണം രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച പടത്തിനാണ് വന്നിരുന്നിട്ടുള്ളതെന്നാണ് എന്റെ അറിവ്. അല്ലാതെ ഇതിപ്പോ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ ശരിക്കും പറഞ്ഞ ചേച്ചിയും ഒക്കെ ആയിട്ട് വന്നിരുന്നത് അവരുടെ ഒരു ഫാമിലി ഇന്റർവ്യൂ ആണല്ലോ നടന്നത്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മായ കുറച്ചൊരു ഇന്റർവേർട്ടും കൂടിയാണല്ലോ. മായ ചില ആക്ഷൻ കാണുമ്പോൾ ചിഞ്ചു ഇന്റർവ്യൂവിന് വരുമ്പോൾ ഉള്ള പോലത്തെ ആക്ഷൻ നിങ്ങൾക്ക് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവരുടെ ഒരു ആനിമേറ്റഡ് ബിഹേവിയറിനൊക്കെ എടുത്ത ട്രോളുക, അല്ലെങ്കിൽ അവരെ ഇതാക്കുക, സോഷ്യൽ മീഡിയ സ്പേസ് ചില സമയത്ത് വളരെ ഡാർക്ക് അടിക്കുന്ന ഒരു മോശപ്പെട്ട സ്ഥലം അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മളിപ്പം ഒരു വാക്ക് ഭയങ്കരമായിട്ട് റേജ് ബെയിറ്റിംഗ് എന്ന് പറയും. അത് ഭയങ്കര റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. പലരും എന്തിനാണ് ഇപ്പൊ ഇതിട്ടിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടാണ് മീഡിയയിൽ എല്ലാരും കാണുന്നല്ലേ അവരൊരു ഇപ്പൊ ലാലേട്ടൻ ഒരു ഇൻഡോഗ്രേഷൻ ചെയ്തു, മമ്മൂക്ക ഇവിടെ ചെയ്തത് എന്തെന്ന് കണ്ടോ എന്ന് പറയുന്നത്. സോ അത് കാരണമുള്ള റീച്ച് നമ്മുടെ പേജിന്റെ റീച്ച് കൂട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പലരും നെഗറ്റീവ് ഇടുന്ന എന്തിനാണെന്നറിയാമോ? ഈ റീച്ചിന് വേണ്ടിയിട്ടാ. അത് ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ റീച്ച് കൊടുക്കുന്നത് നമ്മളാണ്. ഞാന് അത് പറയുമ്പോ ഭയങ്കരമായിട്ട് ചിലപ്പം മിസ്ഇന്റർപ്രറ്റഡ് ആവാം. എന്നാലും ഞാൻ പറയാം, നമ്മുടെ ഹോൾ ജനത, ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് കുറെ ആൾക്കാരെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗിൽറ്റി പ്ലഷറാണ്. ഇപ്പൊ ഞാൻ പേരെടുത്ത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം സരിതാ സമിതിയിലൊക്കെ വരുന്ന ചില ആൾക്കാരുടെയൊക്കെ വനിതാ വനിത, ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് സാർ. വനിതാ വനിതയിലൊക്കെ വരുന്ന ചില ആൾക്കാരുടെയൊക്കെ ഇത് കാണുമ്പോൾ അതെടുത്ത് ഷെയർ ചെയ്യുന്നു, അവര് വലിയ താരങ്ങളായിട്ട് മാറുന്നു എന്ന് കാണുമ്പോൾ ഇത് മലയാളി ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യണ എന്താ? അവരുടെ മണ്ടത്തരം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ കാണുന്നത്. ഞാൻ പറയുമ്പോൾ അത് അവർക്കത് ഫീൽ ചെയ്യുകയും കൂടി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ മണ്ടത്തരം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആനന്ദം കണ്ടെത്തുന്നു നമ്മൾ ഒരുപാട് പേര് തന്നെ. ഞാൻ പറയുന്നത് വെച്ചാൽ പക്ഷെ ഈ നിൽക്കുന്നില്ല, അവര് വിവാഹങ്ങൾക്ക് വിളിച്ച് അവഹേളിക്കുന്നുണ്ട്, അവരെ പല സ്ഥലങ്ങളിൽ വിളിച്ച് അവഹേളിക്കുന്നുണ്ട്. അത് നമുക്ക് പണ്ട് ഞാന് മെഡിക്കൽ കോളേജിൽ അവിടെയാണ് വളർന്നതൊക്കെ നമ്മുടെ അവിടെ. അപ്പോ അവിടെ പണ്ടൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുമ്പോ അവരില്ല, ജീവനോടില്ല. അപ്പം അവര് പണ്ടൊരിക്കൽ ഒരു ലോഡ്ജ് ക്ലീൻ ചെയ്യണം. അവര് പ്രായമുള്ള സ്ത്രീ, അവര് ലോഡ്ജുകൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നതാണ്. അപ്പോ ലോഡ്ജുകൾ ക്ലീൻ ചെയ്യാൻ നിന്നപ്പോ ഇപ്പൊ പറയല്ലോ, ഞാനൊന്ന് പോയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ മുറിയുടെ താക്കോൽ എടുത്ത് കൊടുത്താൽ പൈസ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകുമല്ലോ. അപ്പോ ഇത് കഴിഞ്ഞപ്പോ മെഡിക്കൽ കോളേജ് അപ്പൊ എല്ലാപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കും. കാരണം അവിടെ ഇത് അപ്പൊ ലോഡ്ജുകൾ ഇങ്ങനെ നിരന്നിട്ടുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് ഈ സ്ത്രീ എന്തെന്ന് വെച്ചാൽ ഒരു താക്കോൽ എടുത്ത് കൊടുത്തു. ഒരു ഫാമിലി വന്നപ്പം താക്കോൽ കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു റെയ്ഡ് വന്നു. പിടിച്ചപ്പോ ഒരു ഫാമിലി അല്ല. അപ്പോ അന്ന് അവിടുത്തെ ഓട്ടോറിക്ഷക്കാരെല്ലാം വന്നപ്പോ ഇവരാണ് മറ്റേ ഇത് താക്കോൽ കൊടുത്തെന്ന് പറഞ്ഞു. ഇവരെ പോലീസ് ഉറക്കാനോ വണ്ടിയിലെന്ന് പറഞ്ഞിട്ട് കയറി കൊടുത്തു. അപ്പൊ അപ്പൊ തന്നെ ഇവര് പോയി ചെന്ന് ഇറക്കി. അവരെ അറിഞ്ഞില്ല, അവര് ക്ലീൻ ചെയ്തപ്പോ ഇറക്കി. പക്ഷെ നമ്മുടെ ഓട്ടോറിക്ഷക്കാർ ഇവരുമൊക്കെ ഇവർക്കൊരു പേരിട്ട്, മാമി എന്ന് പേരിട്ട്. ഞാനൊക്കെ എന്റെ ഇതില് ഒരു കാലഘട്ടത്തിൽ ഇവര് പോകുമ്പോ ഇവരെ നോക്കിയിട്ട് മാമി എന്ന് വിളിച്ച് തിരിഞ്ഞു നിന്നവര് മണ്ണൊക്കെ വാരിയിട്ട് പ്രാഗി തെറിയൊക്കെ പറഞ്ഞിട്ട് പോകും. ഇത് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ പക്വതയില്ലാത്ത കാലത്ത് നമ്മൾ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇത് തെറ്റാണെന്ന് നമുക്കിപ്പോ അറിയാം. നമ്മളിപ്പോ ഇത് പറയുമ്പോ നമ്മളിത് എൻജോയ് ചെയ്യല്ല. നമ്മൾ അന്ന് ചെയ്തത് ഭയങ്കര മോശമാണെന്ന്. ഞാൻ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചത്, നമ്മളിപ്പോ അവിടെ ഒരു ജ്യൂസ് സെന്റർ ഇരുന്ന് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവര് പോവാണെങ്കിൽ എടാ നീ ഉറച്ചെന്ന് അവരെ മാമിന്ന് വിളിക്കുമ്പോ മാമിന്ന് വിളിക്കും. ഇവനെ അറിഞ്ഞൂടാ ഇതിന്റെ കാര്യം. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അവിടെ നിൽക്കണമെന്ന് ഒരു കല്ല് വാരി എടുത്തിട്ട് എറിഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോടാ, നിന്നെ മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കും. ഈ തെറി കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്.
ഇത് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്നു. ഞാൻ അതിനെ അങ്ങനെ ഒരു ഇക്വേഷനില്ല കാണുന്നത്. കാരണം അവർക്ക് ഈ മാമി എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഇതിലുള്ള അവരുടെ ദേഷ്യവും ഭ്രാന്തവും ഒക്കെ അവർ പുറത്ത് കാണിക്കുന്ന സാധനം തന്നെയാണ്. ഈ സാധനം നമ്മൾ എൻജോയ് ചെയ്യണം. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലെന്ന് പറയുന്നത് സെയിം സാധനം. അത് ഞാൻ കാണുന്നത് അതിപ്പോ മലയാളി എന്ന് പറഞ്ഞ ആരും അതിനെ ഇത് ചെയ്തത്. നമ്മള് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സിവിക് സെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകം മുഴുവൻ പലയിടത്തും യാത്ര ചെയ്തതിന്റെ പേരിൽ അത് ഇന്ത്യയുടെ മാത്രം സിവിക് സെൻസിന്റെ പ്രശ്നമല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. നമ്മൾ സിവിക് സെൻസ് കുറച്ചുകൂടി കൊണ്ടുവരേണ്ടതുണ്ടെന്നൊക്കെയുള്ള വാസ്തവമാണെങ്കിലും അത് ഇന്ത്യയെ മാത്രം ചൂണ്ടിക്കാണിച്ച് പറയല്ലേ എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് പറയണം, ഇത് മലയാളിയുടെ ജനതയുടെ മാത്രമല്ല, ഇതേ കൗണ്ടർ പാർട്സ് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അസ്. പക്ഷെ അത് ചെയ്യുന്നത് മോശമാണെന്ന്, ആ സാധനത്തിനാണ് ഇന്ന് റീച്ച് ഉള്ളത് സങ്കടമുള്ള കാര്യം. ഞാൻ മറ്റൊരു വരി പറയാം, അതിന്റെ പ്രതികരണം അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. സുരേഷ് ഗോപിയിൽ ഒരേ സമയം ഒരു കുട്ടിയുടെ വാശിയും പൗരുഷത്തിന്റെ മൂർത്തിഭാവമുള്ള ഒരാളെ ഞാൻ ഇന്നും കാണാറുണ്ട്. 100%. ഇന്നലെ വിളിച്ച് സംസാരിച്ചോളൂ. ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ കേരളം പാടിയില്ലേ പുള്ളി. അപ്പൊ ഞാൻ ചേട്ടാ അത് ഗംഭീരമായി. കാരണം ഞാൻ സുരേഷ് ഞാൻ മേഹു മൂസയിൽ എന്നെ അഭിനയിപ്പിച്ചത് എല്ലാവരും പറയും നീ ഉള്ളത് വലിയ ഭാഗ്യമായി എന്ന് പറയാം. കാരണം വെച്ചിട്ട് സുരേഷ് എന്നെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് എന്നെ. ഞാൻ കോളേജിൽ പഠിച്ച കാലത്താണ് ഞാൻ സുരേഷ് എന്നെ പരിചയപ്പെടുന്നത്. ഞാൻ അതിനു മുമ്പ് ജസ്റ്റ് പരിചയമുള്ളൂ. ഞാൻ അവിടെ നമ്മുടെ യൂണിയന് വേണ്ടിയിട്ട് ചെന്ന് ഇൻവൈറ്റ് ചെയ്യാനായിട്ടാണ് വിളിച്ചത്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് വീട്ടിൽ പോകുന്നത്. ഇതൊക്കെ പിന്നീട് സ്ഥിരമായിട്ട് കാണുകയും സംസാരിക്കുകയും. പുള്ളിക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇതില്ല, ഞാൻ പറയുന്ന ഒരു ക്വിഡ് പ്രോഗോ എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു ഇതല്ല, ഹൈറാർക്കി ഇല്ല. പുള്ളി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ അടുപ്പമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഏത് സോഷ്യൽ സ്ട്രേറ്റ് എന്നുള്ളത് വിഷയമല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് അപ്പോഴും വിളിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ്. പുള്ളിക്ക് പാട്ട് ഇഷ്ടമായ സമയത്ത് റേഡിയോയിൽ വന്നിട്ട് ഞാൻ പറയാന്ന് വെച്ചാൽ രാവിലെ ഷോ തുടങ്ങിയാൽ ഉച്ചവരെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറിന്റെ കാര്യം പറയണേ, ഉച്ചവരെ അവിടെ ഇരുന്ന് നമ്മുടെ കൂടെ ഇരുന്ന് ഷോ ചെയ്തിട്ടുണ്ട് പുള്ളി. പാട്ടും പാടി രസിച്ച തുടക്കത്തെ ഈ ഡോൾഫിൻസ് ഒക്കെ ഇറങ്ങിയ സമയത്താണോ? ആ ഡോൾഫിനൊക്കെ ആ സമയത്ത് ഇറങ്ങിയില്ല. ഡോൾഫിൻ ഇറങ്ങാൻ അതെ ആ ടൈമിലൊക്കെ വന്നു അവിടെ ഇരുന്ന് 2-3 വർഷം അവിടുത്തെ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് പോലത്തെ ഒരു സാധനം ലോഞ്ച് ചെയ്യാൻ വന്നിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പുള്ളിക്ക് എനിക്കറിയാം പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള PF ടാങ്ക്സിൽ അവരുടെ ഡൈനമൈറ്റ് ഷ്രിംസ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പുള്ളി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡൈനമൈറ്റ് ഷ്രിംപ് ഓർഡറിയും ബാക്കിയില്ല, 4 പ്ലേറ്റ് ഡൈനമൈറ്റ് ഷ്രിംപ്. ഇതാണ് സുരേഷ് ചേട്ടൻ. അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു നേച്ചറാണ്. പിന്നെ ഇറ്റ്സ് വെരി ഓപ്പൺ അബൌട്ട്. ഞാൻ കണ്ടിട്ടുള്ളത്, നിങ്ങൾ എല്ലാവരും പലപ്പോഴും പറയാ മറയില്ലാത്ത മനുഷ്യനല്ലേ പുള്ളിക്ക് മറയുണ്ടായിരുന്നേ. പുള്ളി ഒരു പ്രോപ്പർ പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടി അല്ലെ പൊളിറ്റീഷ്യൻ മൈൻഡ് സെറ്റോടുകൂടിയാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ കാണും. എനിക്ക് ഈസി ടു സ്ക്രബ് തിങ്സ് ഫ്രം സോഷ്യൽ മീഡിയ പോലെ. അത് വളരെ എളുപ്പമല്ലേ. ഒരു സോഷ്യൽ മീഡിയ ടീമിനെ എടുത്തു വെച്ചിട്ട് നമുക്ക് ചെയ്തൂടെ? നമ്മൾ കാണില്ലേ ചുറ്റും എല്ലായിടത്തും വൈറ്റ് വാഷിംഗ്. പുള്ളിയുടെ ഒരു പൈസയുടെ സ്റ്റേറ്റസും ഇതുമൊക്കെ വെച്ചിട്ട് പുള്ളിക്ക് അത് സുഖമായിട്ട് ചെയ്തൂടെ? പുള്ളി എന്തിനാ ആൾക്കാരുടെ സഹായിക്കാം എന്ന് പറയുന്നത്? പുള്ളിക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പുള്ളി എന്തിനാ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഇത്രയും ഇത് കൊടുക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അങ്ങേരുടെ ഇതിനൊക്കെ മുകളിലുള്ളത് മനുഷ്യനാണ്. ബാക്കി എല്ലാത്തിന്റെയും മുകളിൽ മനുഷ്യനാണ്. ഈ ഭക്ഷണം വാരി തന്നിട്ടുണ്ട് അദ്ദേഹം. പിന്നെ കൂടുതൽ കഴിച്ചിട്ടുണ്ട്. പ്ലേറ്റ് ക്ലീൻ അല്ലെങ്കിൽ വഴക്കുറയും ചെയ്യും. കാണാം ഇതിൽ വേറൊരാക്കിരുന്ന് ഉണ്ണാം എന്ന് പറയും. അപ്പോ അതറിയും. പിന്നെ ഭക്ഷണം വാരി വെച്ചത് എനിക്ക് ഒരിക്കൽ പ്രസാദമാണ്. അപ്പൊ പുള്ളി അന്ന് ഷുഗർ കട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പം പുള്ളിയുടെ അടുത്തുള്ള ഒരു അമ്പലത്തിന്റെ അവിടെ നിന്ന് പ്രസാദം വന്നു. അപ്പൊ ഇത് ശരിക്കും ഭയങ്കര രസം. അത് മറ്റേ മോദകമാണ്, നമ്മുടെ സുഖിയൻ പോലത്തെ സാധനം. അപ്പൊ അത് ഞാൻ പറഞ്ഞു സുരേഷയുടെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ കട്ടാണ്, കൊതി കിട്ടാതിരിക്കാൻ ചെയ്തതാണ്. അങ്ങനെ കഴിച്ചിട്ടുണ്ട് പുള്ളി.